Plastid is the next cell organelle which we are going to study here. Okay, plastid എന്ന് പറയുന്ന സെല്ലിൽ കാണുന്ന ഏറ്റവും വലിയ സെൽ ഓർഗനലാണ് പ്ലാസ്മിഡ്. അതുകൊണ്ട് തന്നെ നമുക്ക് മൈക്രോസ്കോപ്പ്, ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിന്റെ സഹായമില്ലാതെ സാധാരണ മൈക്രോസ്കോപ്പിന്റെ കീഴിൽ തന്നെ കാണാൻ കഴിയുന്നതാണ് പ്ലാസ്റ്റിഡ്. This plastid actually it is present in plants and certain protista as euglenoid. പ്ലാന്റ്സിലും യൂഗ്ലിനോയിഡ്സിലും കാണുന്ന ഒരു സെൽ ഓർഗനലാണ് പ്ലാസ്റ്റിഡ് എന്ന് പറയുന്നത് കേട്ടോ. സോ ഹിയർ അവരുടെ ബേസിക് ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ അല്ലെങ്കിൽ അവരുടെ ബേസിക് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ദേ ക്യാരി ദ കളർ പിഗ്മെന്റ്സ്. അവര് ഉള്ളിൽ, അതായത് പ്ലാസ്റ്റിഡ്സിന്റെ ഉള്ളിൽ കളർ പിഗ്മെന്റ്സ് ഉണ്ടാവും. ആ കളർ പിഗ്മെന്റ്സ് ഇറ്റ് ഈസ് ഫോർ ഡിഫറെന്റ് പർപ്പസസ്. പല പർപ്പസസിന് വേണ്ടിയിട്ടാണ് പ്ലാസ്റ്റിഡിൽ കളർ പിഗ്മെന്റ്സ് ഉള്ളത്. സോ ഹിയർ വി ക്യാൻ സി പ്ലാസ്റ്റിഡ് there are 3 different types. Okay, plastids there are 3 different types, that is chloroplast, chromoplast and leucoplast. Here we can see the chloroplast that will help in photosynthesis. Photosynthesis ne help ചെയ്യുന്ന പ്ലാന്റ്സിന്റെ പച്ച കളറുള്ള റീജിയൻ എന്ന് പറയുന്ന ക്ലോറോപ്ലാസ്റ്റ് സെൽ ഓർഗനൽ ക്ലോറോപ്ലാസ്റ്റ് ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. അതായത് പ്ലാസ്റ്റിഡ് എന്ന് പറയുന്ന സെൽ ഓർഗനൽ ക്ലോറോപ്ലാസ്റ്റ്, പ്ലാസ്റ്റിഡ് ഇറ്റ് ഈസ് ഡിഫറൻഷിയേറ്റഡ് ഇൻടു 3 different types like chloroplast, chromoplast and leucoplast. അതിനകത്ത് ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറയുന്ന പച്ച കളറിൽ ഇരിക്കുന്നതാണ്. അതായത് they will be having the photosynthetic pigments as chlorophyll as well as carotenoid pigment. Chlorophyllum carotenoid pigment ഒക്കെയാണ് ക്ലോറോപ്ലാസ്റ്റിൽ സാധാരണയായിട്ട് കാണാം. Here we can see the plastid. If we see the structure of the plastid or chloroplast, it will be having a double membranous covering. It will be having a double membranous covering, and we can see here inside this chloroplast there is a special membranous structure called as thylakoid. This thylakoid ഉണ്ടാക്കിയിട്ടുള്ളത് lipids and proteins വെച്ചിട്ടാണ് കേട്ടോ. The thylakoid it is formed by lipids and proteins. And we can see on the thylakoid, these color pigments are arranged. Chlorophyll, carotenoid pigments, it is arranged as quantasomes. Okay, so here this chloroplast it consists of chlorophyll pigment as well as carotenoid pigment. ഇത് രണ്ടും എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? ലൈറ്റ് അബ്സോർപ്ഷന് വേണ്ടിയിട്ടുള്ളതാണ്. ഇത് അറേഞ്ച് ചെയ്തേക്കുന്ന തൈലക്കോയിഡ് മെംബ്രെയിനിലാണ്. തൈലക്കോയിഡ് മെംബ്രെയിൻ when they are arranged as a stack of coin, ഒരു കോയിൻസ് ഇങ്ങനെ അടുക്കി വെച്ച പോലെ അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ ഗ്രാന എന്ന് പറയും. ഇതിന് നമ്മൾ പറയുന്ന പേരാണ് ഗ്രാന. ഈ ഗ്രാനയിൽ കാണുന്ന തൈലക്കോയിഡിനെ ഇന്റർഗ്രാനൽ തൈലക്കോയിഡ് അല്ലെങ്കിൽ ഇന്റർഗ്രാനൽ മെംബ്രെയിൻ എന്ന് പറയും. അതേപോലെ തന്നെ നമുക്ക് ഇതിന്റെ ഉള്ളില് കുറെ ഗ്രാനാസ് കാണാൻ പറ്റും. നമ്പർ ഓഫ് ഗ്രാനാസ് ഇറ്റ് വിൽ ബി പ്രസന്റ് ഇൻസൈഡ് ദ ക്ലോറോപ്ലാസ്റ്റ്. അവിടെ 2 ഗ്രാനാസിനെ തമ്മിൽ കണക്ട് ചെയ്തിട്ട് കാണുന്ന ഒരു സ്ട്രക്ചറിനെ നമ്മൾ പറയുന്ന പേരാണ് സ്ട്രോമ ലെമല്ലെ. ഈ എല്ലാ മെംബ്രെയിനും ഉണ്ടാക്കിയിട്ടുള്ളത് എന്തുകൊണ്ടാണ്? ലിപ്പിഡും പ്രോട്ടീനും കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. സോ ഹിയർ വെൻ വി സീ ദിസ് തൈലക്കോയിഡ് മെംബ്രെയിൻ, തൈലക്കോയിഡ് മെംബ്രെയിന്റെ ഫങ്ഷൻസ് എന്തൊക്കെയാന്ന് വെച്ചാൽ ഫോട്ടോ പിഗ്മെന്റ്സ് അല്ലെങ്കിൽ ദ കളർ പിഗ്മെന്റ്സ് വിച്ച് ക്യാൻ അബ്സോർബ് ദ സൺലൈറ്റ് ഈസ് പ്രസന്റ് ഇൻ ദ തൈലക്കോയിഡ് മെംബ്രെയിൻ. തൈലക്കോയിഡ് മെംബ്രെയിനിലെ ഫോട്ടോ പിഗ്മെന്റ്സ് അറേഞ്ച് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ക്ലോറോഫിൽ പിഗ്മെന്റ്സും കെരോട്ടിനോയിഡും ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് quantasomes എന്നാണ് പറയുക. A cluster of color pigments present in chloroplast is called as quantasome. ഇതിനകത്ത് quantasomes ഉണ്ടാവും. ഈ quantasomes നമുക്ക് വലിയതും ചെറുതും കാണാൻ പറ്റും. അതായത് here we can see the quantasomes. There are 2 different types as photosystem 1 and photosystem 2. ഓക്കെ, അവിടെ ഫോട്ടോസിസ്റ്റം 1 ചെറുതായിരിക്കും, ഫോട്ടോസിസ്റ്റം 2 വലുതായിരിക്കും. നമ്മൾ ആ ഫോട്ടോസിന്തസിസ് പഠിച്ചപ്പോൾ അതിന്റെ ഡീറ്റെയിൽ സ്ട്രക്ചർ ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അല്ലെ. സോ ഹിയർ വി ക്യാൻ സീ ദിസ് ക്വാണ്ടസോംസ് ആർ നത്തിങ് ബട്ട് ദ ക്ലസ്റ്റർ ഓഫ് ദ പിഗ്മെന്റ്സ് പ്രസന്റ് ഓൺ ദ തൈലക്കോയിഡ്. അതിനകത്ത് ക്ലസ്റ്റർ ഓഫ് പിഗ്മെന്റിന്റെ വലിപ്പം അനുസരിച്ച് മാത്രമല്ല ഫോട്ടോസിസ്റ്റം 1 and 2 എന്ന് പറയാം. ഫോട്ടോസിസ്റ്റം 1 എന്ന് പറയുന്നത് 700 നാനോമീറ്റർ വേവ് ലെങ്ത് ലൈറ്റ് അബ്സോർബ് ചെയ്യാൻ കഴിവുള്ള റിയാക്ഷൻ സെന്റർ ഉള്ള ഫോട്ടോസിസ്റ്റത്തിന് നമ്മൾ ഫോട്ടോസിസ്റ്റം 1 എന്ന് പറയുന്നത്. ഫോട്ടോസിസ്റ്റം 2 എന്ന് പറയുന്നത് 680 നാനോമീറ്റർ വേവ് ലെങ്ത് ഓഫ് ലൈറ്റ് അബ്സോർബ് ചെയ്യാൻ കഴിവുള്ള റിയാക്ഷൻ സെന്റർ ഉള്ള ഫോട്ടോസിസ്റ്റത്തിനെയാണ് ഫോട്ടോസിസ്റ്റം 2 എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ ഫോട്ടോസിസ്റ്റം 1 ഉം 2 ഉം അതിന്റെ സൈസ് എടുത്തു നോക്കിയാൽ ഫോട്ടോസിസ്റ്റം 1 ചെറുതായിരിക്കും, ഫോട്ടോസിസ്റ്റം 2 വലുതായിരിക്കും. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ആ ക്വാണ്ടസോമിനെ അസോസിയേറ്റ് ആയിട്ട്,
അതായത് ഫോട്ടോസിസ്റ്റം 2ന്റെ ക്വാണ്ടസോമിനെ അസോസിയേറ്റ് ആയിട്ട് നമുക്ക് വാട്ടർ സ്പ്ലിറ്റിംഗ് കോംപ്ലക്സും കാണാൻ പറ്റും. അപ്പൊ വാട്ടർ സ്പ്ലിറ്റിംഗ് കോംപ്ലക്സ് അതാണ് ഈ ഫോട്ടോസിസ്റ്റം 2 അത്രയും വലിയ ഒരു റീജിയൻ ആയിട്ട് കാണാൻ കഴിയുന്നത്. കാരണം ഫോട്ടോസിസ്റ്റം 2 ഇൻ വിച്ച് ദ വാട്ടർ സ്പ്ലിറ്റിംഗ് കോംപ്ലക്സ് ഓർ വാട്ടർ ഹൈഡ്രലൈസിംഗ് കോംപ്ലക്സ് ഇസ് അസോസിയേറ്റഡ് എന്നാണ്. വാട്ടർ ലൈസിംഗ് കോംപ്ലക്സ് ഇസ് അസോസിയേറ്റഡ് എന്നാണ്. അപ്പൊ അതിനോട് ചേർന്ന് കാണുന്നതുകൊണ്ട് ആ ഒരു ഭാഗം കുറച്ച് വലുതായിരിക്കും, ഫോട്ടോസിസ്റ്റം 1 ചെറുതായിരിക്കുന്നു മാത്രം. ഓക്കെ, അതല്ലാതെ ഫോട്ടോസിസ്റ്റം 1ഉം 2ഉം വലുപ്പവും ചെറുപ്പം അനുസരിച്ചിട്ടല്ല അത് നെയിം ചെയ്തിട്ടുള്ള. ഫോട്ടോസിസ്റ്റം 1 ഈസ് ഡിസ്കവേർഡ് ഫസ്റ്റ്, ഫോട്ടോസിസ്റ്റം 2 ഈസ് ഡിസ്കവേർഡ് സെക്കൻഡ്. ദാറ്റ്സ് ഇറ്റ്. ആ ഓർഡർ ഓഫ് ഡിസ്കവറി അനുസരിച്ചിട്ടാണ് ഫോട്ടോസിസ്റ്റം 1, 2 ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. സോ ഹിയർ ക്ലോറോപ്ലാസ്റ്റ് നമ്മൾ പറയുമ്പോൾ ദാറ്റ് ഈസ് യൂസ്ഡ് ഫോർ ഫോട്ടോസിന്തസിസ്. ക്ലോറോപ്ലാസ്റ്റിന്റെ ഉള്ളിൽ നമുക്ക് മെംബ്രേനിയസ് റീജിയൻ കാണാൻ പറ്റും. ആ മെംബ്രേനിയസ് റീജിയനെ നമ്മൾ തൈലക്കോയിഡ് മെംബ്രെയിൻ എന്ന് പറയും. ഈ തൈലക്കോയിഡ് മെംബ്രെയിനിൽ ഫോട്ടോ പിഗ്മെന്റ്സ് അറേഞ്ച് ചെയ്തിട്ടുള്ള ഗ്രൂപ്പ് ആയിട്ടാണ്. ഓരോ ഗ്രൂപ്പിനെ നമ്മൾ ക്വാണ്ടസോം എന്ന് പറയും. ആ ക്വാണ്ടസോംസ് 2 തരത്തിലുണ്ട്. ഫോട്ടോസിസ്റ്റം 1 ഉണ്ട്, ഫോട്ടോസിസ്റ്റം 2 ഉണ്ട്. അതേപോലെ തന്നെ വി ക്യാൻ സി ദിസ് തൈലക്കോയിഡ് ഇറ്റ് ഈസ് അറേഞ്ച്ഡ് ആസ് എ സ്റ്റാക്ക് ഓഫ് കോയിൻ. ഒരു ഗ്രൂപ്പ് ആയിട്ട് അറേഞ്ച് ചെയ്തേക്കുന്നത് അതിന് ഗ്രാന എന്ന് പറയും. അതിന് ഇന്റർഗ്രാനൽ തൈലക്കോയിഡ് എന്ന് പറയും. അതായത് ഒരു ഗ്രാനയുടെ ഉള്ളിലുള്ള തൈലക്കോയിഡ്സിനാണ് ഇന്റർഗ്രാനൽ തൈലക്കോയിഡ് അല്ലെങ്കിൽ ഇന്റർഗ്രാനൽ മെംബ്രെയിൻ എന്ന് പറയുന്നത്. ഇതൊരു മെംബ്രെയിൻ സ്ട്രക്ചർ ആണ് കേട്ടോ. അതേപോലെ നമുക്ക് കാണാൻ പറ്റും ഈ 2 ഗ്രാനാസ് ആർ കണക്റ്റഡ് ടുഗദർ ബൈ സ്ട്രോമാ ലെമല്ലെ. സ്ട്രോമാ ലെമല്ലെ കൊണ്ട് കണക്റ്റഡ് ആയിട്ടുണ്ട്. അവിടെ സ്ട്രോമാ ലെമല്ലേക്കും തൈലക്കോയിഡും തമ്മിലുള്ള വ്യത്യാസം എന്താന്ന് വെച്ചാല് സ്ട്രോമാ ലെമല്ലയില് ഫോട്ടോസിസ്റ്റം 2 ഉണ്ടാവില്ല, ഫോട്ടോസിസ്റ്റം 1 മാത്രമേ ഉണ്ടാവുള്ളൂ. ദ സ്ട്രോമാ ലെമല്ലെ ഇറ്റ് വിൽ ബി ഹാവിംഗ് ഓൺലി ഫോട്ടോസിസ്റ്റം 1. ദർ വിൽ നോട്ട് ബി എനി ഫോട്ടോസിസ്റ്റം 2 ഇൻ ദ സ്ട്രോമാ ലെമല്ലെ. അതേപോലെ തൈലക്കോയിഡ് മെംബ്രെയിന്റെ ഉള്ളിലിരിക്കുന്ന ഭാഗത്തിന് നമ്മൾ ലൂമൻ ഓഫ് തൈലക്കോയിഡ് എന്ന് പറയും. തൈലക്കോയിഡിന്റെ ഉള്ളിലിരിക്കുന്ന ഭാഗത്തിന് അല്ലെങ്കിൽ ആ ഇന്നർ പോർഷൻ ഓഫ് ദ തൈലക്കോയിഡ് ഈസ് കോൾഡ് ആസ് ലൂമൻ ഓഫ് തൈലക്കോയിഡ്. ഓക്കെ, അത്രയും ഓർത്തിരുന്നോളൂ. ആൻഡ് വി ക്യാൻ സി ദ ഇന്നർ പാർട്ട് ഓഫ് ദിസ് ക്ലോറോപ്ലാസ്റ്റ് ഇറ്റ് ഈസ് ഫിൽഡ് വിത്ത് എ ഫ്ലൂയിഡ് ദാറ്റ് ഈസ് കോൾഡ് ആസ് സ്ട്രോമ. ഈ സ്ട്രോമ എന്ന് പറയുന്ന റീജിയനിലാണ് എന്ത് നടക്കുക? കാർബോഹൈഡ്രേറ്റ് സിന്തസിസ് നടക്കുക. അതിന് വേണ്ടിയിട്ടുള്ള കാർബൺ ഡൈ ഓക്സൈഡ് ഫിക്സിംഗ് സബ്സ്ട്രേറ്റും അതേപോലെ തന്നെ ആ കാർബൺ ഡൈ ഓക്സൈഡിനെ ഓർഗാനിക് കോമ്പൗണ്ട് ആയിട്ടുള്ള ഗ്ലൂക്കോസ് മോളിക്യൂൾ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ എൻസൈംസും, അതുപോലെ അത് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എൻസൈംസും ഒക്കെ കാണുന്നത് എവിടെയാണ്? സ്ട്രോമ റീജിയനിലാണ് കാണുക. അപ്പൊ നമ്മൾ പറഞ്ഞു ക്ലോറോപ്ലാസ്റ്റ് ഈസ് എ സെൽ ഓർഗനൽ വിച്ച് ഇസ് പ്രസന്റ് ഇൻ ദ പ്ലാന്റ്സ് ന്യൂഗ്ലിനോയിഡ് ദാറ്റ് ഈസ് യൂസ്ഡ് ഫോർ ഫോട്ടോസിന്തസിസ് ബിക്കോസ് photopigments are present in it. Photopigments majorly chlorophyll and carotenoid. ക്ലോറോഫിലും കെരോട്ടിനോയിഡുമാണ് മേജർ പിഗ്മെന്റ്സ് എന്ന് പറയുന്നത്. ആ പിഗ്മെന്റ്സ് കാണുന്ന മെംബ്രേനിയസ് റീജിയനിലാണ്. അതുകൊണ്ട് തന്നെ ലൈറ്റ് എനർജിനെ ട്രാപ്പ് ചെയ്ത് അതിനെ കെമിക്കൽ എനർജി ATP മോളിക്യൂൾ ആയിട്ട് മാറ്റാനുള്ള കഴിവുള്ളത് ആർക്കാണ്? മെംബ്രേനിയസ് റീജിയൻ അല്ലെങ്കിൽ തൈലക്കോയിഡ് റീജിയൻ ആണ്. ഇനി അതിന്റെ ഉൾഭാഗം ഫ്ലൂയിഡ് നേച്ചറുള്ള ഉൾഭാഗത്തിന് നമ്മൾ സ്ട്രോമ റീജിയൻ എന്ന് പറയും. ആ സ്ട്രോമ റീജിയനിൽ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാല് കാർബോഹൈഡ്രേറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, ഇപ്പൊ നമുക്ക് കാർബോഹൈഡ്രേറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള എനർജി കിട്ടി ലൈറ്റിൽ നിന്ന്. കാർബോഹൈഡ്രേറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള റോ മെറ്റീരിയലിനെ കളക്ട് ചെയ്യുന്നത് സ്ട്രോമ റീജിയനിലേക്കാണ്. അതിനെ കളക്ട് ചെയ്യാനും ഫിക്സ് ചെയ്യാനും ഉള്ള സബ്സ്ട്രേറ്റും എൻസൈമും സ്ട്രോമയിലാണ് കാണുക. അതേപോലെ തന്നെ ആ സബ്സ്ട്രേറ്റ് ഇൻഓർഗാനിക് സബ്സ്ട്രേറ്റ് ആസ് വാട്ടർ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് to convert in the form of organic compound. It need a series of reactions. കുറേ reactions എടുക്കും. ആ സീരീസ് ഓഫ് റിയാക്ഷൻസ് ഡാർക്ക് റിയാക്ഷൻ എന്നാണ് അറിയപ്പെടുന്നത്. ഡാർക്ക് റിയാക്ഷൻ നടത്താൻ വേണ്ടിയിട്ടുള്ള എൻസൈംസും എവിടെയായിരിക്കും കാണുക? ഇൻ ദ സ്ട്രോമ റീജിയൻ. സോ ദ കംപ്ലീറ്റ് ഫോട്ടോസിന്തറ്റിക് പ്രോസസ് ഇറ്റ് occurs inside the chloroplast. Okay, so chloroplast it is a cell organelle which is present in the plants nucleonoid. ന്യൂക്ലിയോനോയിഡിന്റെ കേസിലൊക്കെ ആണെങ്കിൽ ലൈറ്റിന്റെ അവൈലബിലിറ്റി ഉള്ളപ്പോൾ അവർ ഫോട്ടോസിന്തസിസ് ചെയ്യില്ലാത്ത സമയത്ത് അവര് they will feed on dead and decaying matter. Okay, next one is chromoplast. Chromoplast it consists of some fat soluble pigments as xanthophyll and the fat soluble pigments as carotenoid pigments like keratin and xanthophyll. നമ്മൾ കണ്ടിട്ടുണ്ട് പ്ലാന്റിന്റെ പല റീജിയനിലും
യെല്ലോ കളറിലും ഓറഞ്ച് കളറിലും റെഡ് കളറിലും ഒക്കെ ഇരിക്കുന്ന കാണാറുണ്ട് അല്ലെ. അതിന് കാരണം എന്താന്ന് വെച്ചാൽ ഈ ക്രോമോപ്ലാസ്റ്റിൽ സ്റ്റോർ ചെയ്തിട്ടുള്ള കളർ പിഗ്മെന്റ്സ് ആണ് കേട്ടോ. കളർ പിഗ്മെന്റ്സ് വിച്ച് ഈസ് പ്രസന്റ് ഇൻ ദ ക്രോമോപ്ലാസ്റ്റ്, ദാറ്റ് ഈസ് ദ ഫാറ്റ് സോലബിൾ പിഗ്മെന്റ്സ് കരോട്ടിനോയിഡ്, കരോട്ടിൻ ആൻഡ് സാന്തോഫിൽ. കരോട്ടിൻ സാന്തോഫിൽ പിഗ്മെന്റ് ആണ് എന്തിനകത്തിരിക്കുന്നത്, ഈ പറയുന്ന കരോട്ടിനും സാന്തോഫിലും കരോട്ടിനോയിഡ് മോളിക്യൂൾ തന്നെയാണ്. കരോട്ടിനോയിഡ് മോളിക്യൂൾ ക്ലോറോപ്ലാസ്റ്റിലും ഉണ്ട് കേട്ടോ. ക്ലോറോഫിൽ പിഗ്മെന്റ്സ് ആർ നോട്ട് പ്രസന്റ് ഇൻ ദ ക്രോമോപ്ലാസ്റ്റ്. ഈ ക്രോമോപ്ലാസ്റ്റ് സാധാരണ കാണുന്ന പെറ്റൽസിലും അതേപോലെ തന്നെ നമുക്ക് പെരികാർപ്പ്, അതായത് ഇപ്പൊ ഒരു പഴം പഴുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് മഞ്ഞ കളറായിട്ട് മാറണം, അല്ലെങ്കിൽ ഓറഞ്ച് കളറായിട്ട് മാറണം, അല്ലെങ്കിൽ ചുമപ്പ് കളറായിട്ട് മാറണം, അതിനൊക്കെ വേണ്ടിയിട്ടുള്ള ആ ഒരു കളർ പിഗ്മെന്റ്സ് കാണുന്ന ക്രോമോപ്ലാസ്റ്റിലായതുകൊണ്ട് that will be present in that particular region. അല്ലാണ്ട് ഇലകളിൽ കൂടെ അല്ല അത് കാണാം. ഇലകളിൽ ഉണ്ടാവില്ല എന്നല്ല പറയാം, പക്ഷെ മേജർലി ഇറ്റ് ഈസ് പ്രസന്റ് ഇൻ ദ പെരികാർപ്പ്, അതായത് ഫ്രൂട്ടിന്റെ ഫ്രൂട്ട് റീജിയനിൽ, അതിന്റെ പുറം ഭാഗത്ത്, അതേപോലെ തന്നെ അതിന്റെ പെറ്റൽസിൽ, അതായത് ഫ്ലവേഴ്സിന്റെ പെറ്റൽസിലൊക്കെയാണ് സാധാരണ ഈ പറയുന്ന ക്രോമോപ്ലാസ്റ്റ് കാണാം. ഓക്കെ, സോ this chromoplast, it gives different colors to different parts of the plant. അപ്പൊ നമ്മൾ പറഞ്ഞ പെറ്റൽസിലെ ക്രോമോപ്ലാസ്റ്റാ കാണുന്നത് പറഞ്ഞു. പക്ഷെ പെറ്റൽസിന് കളർ കൊടുക്കുന്ന the pigment which is present inside the sap, സാപ്പിന്റെ ഉള്ളിൽ പ്രസന്റ് ആയിട്ടുള്ള ആന്തോസൈൻ എന്ന് പറയുന്ന വാട്ടർ സോല്യൂബിൾ പിഗ്മെന്റ് ആണ് പെറ്റൽസിന് കളർ കൊടുക്കുന്നത്. ഇത് ഒരിക്കൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. The color pigment which is which will give color to the petals, that is nothing but water soluble anthocyanin pigment that is not present in chromoplast, it is present inside the sap. സാപ്പിന്റെ ഉള്ളിൽ പ്രസന്റ് ആയിട്ടുള്ള ആന്തോസൈനിൻ എന്ന് പറയുന്ന വാട്ടർ സൊല്യൂബിൾ പിഗ്മെന്റ് ആണ് പെറ്റൽസിന് കളർ കൊടുക്കുന്നത്. അതുപോലെ തക്കാളിയൊക്കെ ഉണ്ടല്ലോ, തക്കാളിയുടെ കളർ എന്ന് പറയുന്നത് എന്താണ്, ലൈക്കോപ്പീൻ എന്ന് പറയുന്ന കളറാണ് തക്കാളിക്കുള്ളത് കേട്ടോ. അതായത് തക്കാളി ഇപ്പൊ ടൊമാറ്റോ ഒക്കെ നമ്മൾ നോക്കിയാൽ നല്ല റെഡ് കളറിലല്ലേ ഇരിക്കുന്നത്, അതിന്റെ കളറ് ലൈക്കോപ്പീൻ, അതിന്റെ കളർ കോമ്പൗണ്ട് ലൈക്കോപ്പീൻ ആണ്. അതുപോലെ ലൈക്കോപ്പീൻ നമ്മുടെ ബോഡിയിൽ ഡൈജസ്റ്റ് ആവില്ല until and unless it is not cooked. നമ്മൾ കുക്ക് ചെയ്യാതെ കഴിക്കുമ്പോൾ ലൈക്കോപ്പിൻ നമ്മുടെ ബോഡിയിലേക്ക് അബ്സോർബ് ആവില്ല. പക്ഷേ നമ്മൾ തക്കാളിയൊക്കെ കുക്ക് ചെയ്ത് കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ it will be that color pigment will be absorbed to our body. Okay, now the next one, it is leucoplast. Leucoplast is nothing but the color compound ഒന്നും ഇല്ലാത്ത, അല്ലെങ്കിൽ കളർ പിഗ്മെന്റ്സ് ഒന്നും ഇല്ലാത്ത സ്റ്റോറേജിന് വേണ്ടിയിട്ടുള്ള പ്ലാസ്റ്റിഡ് ആണ് ല്യൂക്കോപ്ലാസ്റ്റ് എന്ന് പറയുന്നത്. ദാറ്റ് ഇൻക്ലൂഡ് ദ അമൈലോപ്ലാസ്റ്റ്, then Leucoplast and Aleuroplast. ഈ അമൈലോപ്ലാസ്റ്റിന്റെ ഉള്ളിൽ സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്ന സ്റ്റാർച്ച് ആണ്, അതായത് പൊട്ടാറ്റോ അതിന്റെയൊക്കെ സ്റ്റോറേജ് എന്ന് പറയുന്നത് സ്റ്റാർച്ച് ആണ് അല്ലെ. അതൊക്കെ സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്ന അമൈലോപ്ലാസ്റ്റ് എന്ന് പറയുന്ന പ്ലാസ്റ്റിഡിലാണ്. അതുപോലെ ഇലായോപ്ലാസ്റ്റ് എന്ന് പറയുന്ന ഓയിൽ സ്റ്റോറേജ് ആണ്. ഇപ്പൊ നമ്മള് കോക്കനട്ട് അതിന്റെ സ്റ്റോറേജ്, അല്ലെങ്കിൽ നമ്മള് ജിഞ്ചിലി അതിന്റെ സ്റ്റോറേജ്, അല്ലെങ്കിൽ സൺഫ്ലവറിന്റെ സീഡിന്റെ ഉള്ളിലെ സ്റ്റോറേജ്, അതൊക്കെ വരുന്നത് ഈ ലയോപ്ലാസ്റ്റിന്റെ ഉള്ളിലാണ് അവര് ഫാറ്റ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അലൂറോപ്ലാസ്റ്റ് പ്രോട്ടീൻ സ്റ്റോറേജ്, ഇൻ ദ കേസ് ഓഫ് ഗ്രാം, നമ്മുടെ പീ വെറൈറ്റീസിലൊക്കെ ഫുഡ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത് ഈ പറയുന്ന അമൈലോപ്ലാസ്റ്റിലാണ്. ഓക്കെ, നൗ ഇനി ക്ലോറോപ്ലാസ്റ്റ് ആണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. ക്ലോറോപ്ലാസ്റ്റ് നമുക്ക് ഒന്നും കൂടെ നോക്കാം. മെജോറിറ്റി ഓഫ് ദ ക്ലോറോപ്ലാസ്റ്റ് ഓഫ് ദ ഗ്രീൻ പ്ലാന്റ്സ് ആർ ഫൗണ്ട് ഇൻ ദ മീസോഫിൽ സെൽസ് ദാറ്റ് ഈസ് പ്രസന്റ് ഇൻ ദ ലീവ്സ്. നമ്മളൊരു ലീഫ് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ലീഫ് ഇങ്ങനെ പിടിച്ചാൽ അപ്പർ എപ്പിഡെർമൽ ലെയർ വിൽ ബി ദെയർ, ലോവർ എപ്പിഡെർമൽ ലെയർ വിൽ ബി ദെയർ. ഇൻ ബിറ്റ്വീൻ ദീസ് ടു എപ്പിഡെർമൽ ലെയർ ദർ ഈസ് എ ലെയർ ഓഫ് മീസോഫിൽ സെൽ. ആ മീസോഫിൽ സെൽസിന്റെ ഉള്ളിലാണ് ക്ലോറോപ്ലാസ്റ്റ് ഇരിക്കുന്നത്. Okay, now we can see this chloroplast. It will be having different shapes as oval shape, spherical shape, discoid shape, ribbon shape. അങ്ങനെ പല ഷേപ്പിലും കാണാം. അതേപോലെ and it will be having variable sizes like 5 to 10 micrometer length and width, 2 to 4 micrometer width will be present. അതേപോലെ ഇതിന്റെ number it will be varying according to the plant. Chlamydomonas എന്ന് പറയുന്ന യൂണിസെല്ലാർ ആൽഗയിലൊക്കെ ഒരെണ്ണമൊക്കെ കാണുള്ളൂ. പക്ഷെ മീസോഫിൽ സെൽസ് നമ്മൾ 20 to 40 ക്ലോറോപ്ലാസ്റ്റ്, ദാറ്റ് ഈസ് അക്കോർഡിംഗ് ടു ദ photosynthetic rate it will be seen. Okay, ഇനി നമ്മൾ കുറച്ച് കോമൺ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഓഫ് ദിസ് പ്ലാസ്റ്റിഡ് we will see.
It is having a double membranous structure. ഇതിനൊരു double membranous structure ഉണ്ട്. ഈ പ്ലാസ്റ്റിഡ് ഒരിക്കലും ആനിമൽ സെല്ലിൽ കാണുന്നില്ല, പ്ലാന്റ് സെല്ലിൽ മാത്രമേ കാണുന്നുള്ളൂ. So here it will be having a double membranous structure, and we can see the outer membrane is more permeable as compared to inner membrane. Inner membrane compare ചെയ്തിട്ട് outer membrane കുറച്ച് permeability കൂടിയതായിരിക്കും. അതേപോലെ Chloroplast's case chloroplast it will be having two regions, membranous and fluid region. Membranous region thylakoid fluid region stroma region this cell organelle plastid it will undergo division by binary fission. Binary fission is divided. This chloroplast it will be having its own DNA. It has its own DNA. And because of that, it can do protein synthesis. Partially, it can do protein synthesis for their requirement. That avare avashyathinulla kore proteins okke synthesize cheyyunna adine control cheyyunnu ee chloroplast inde thanne alle plastid inde thanne DNA aanu. So here we can see the DNA which is present is covalently closed circular DNA aanu. Covalently closed circular DNA as in prokaryotic organism. Adepole we can see this will be having its own ribosome. Protein machinery ഇവർക്ക് സ്വന്തമായിട്ടുണ്ട്. നമ്മൾ മൈറ്റോകോൺട്രിയയിൽ പറഞ്ഞ പോലെ തന്നെ ഇവർക്ക് പ്രോട്ടീൻ മെഷീനറി ഉണ്ട്. പക്ഷെ 70S റൈബോസോം ആണ് ഇവരുടെ ഈ സെൽ ഓർഗനിൽ കാണുക, അതായത് പ്ലാസ്റ്റിഡിൽ കാണുക. So here we can see it has its own DNA, it has its own ribosome. So this cell organelle is a semi-autonomous cell organelle. ഇതൊരു semi-autonomous cell organelle ആണ്. And we can see this is an endosymbiont. This will undergo binary fission for its next generation. It will undergo binary fission for the next generation. That binary fission biogenesis. Biogenesis cell organelle form ചെയ്യുന്ന, അതായത് മീസോഫിൽ സെൽസ് ഒക്കെ ഉണ്ടായി കഴിഞ്ഞിട്ടാണ് അതിനകത്ത് ക്ലോറോപ്ലാസ്റ്റും അല്ലെങ്കിൽ പ്ലാസ്റ്റിഡ് ഒക്കെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് വരുന്നത് അല്ലേ. അതിന്റെ ഡിഫറൻഷിയേഷൻ നടക്കുന്ന സമയത്താണ് ഒരു ഫംഗ്ഷൻ അനുസരിച്ച് ഓരോ കാര്യങ്ങൾ ഡെവലപ്പ് ആയി വരുന്നത്. അപ്പൊ അതിനകത്ത് ക്ലോറോപ്ലാസ്റ്റിന്റെ നമ്പർ കൂട്ടാൻ വേണ്ടിയിട്ട് ഇവർ ചെയ്യുന്ന ബൈനറി ഫിഷനാണ്. ബൈനറി ഫിഷൻ ഈസ് എ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഓഫ് പ്രോകാരിയോട്ടിക് ഓർഗാനിസം. അപ്പൊ ഇതിനകത്ത് നോക്കിയാൽ ഈ മൈറ്റോകോൺട്രിയ പോലെ തന്നെ ഇതും ഒരു ഡബിൾ മെംബ്രേനസ് സെൽ ഓർഗനിലാണ്. ഇതിന് കോവാലന്റ്ലി ക്ലോസ്ഡ് സർക്കുലർ DNA ഉണ്ട്. ഇൻട്രോൺ സീക്വൻസ് ഒന്നും ഇല്ല, എക്സോൺ സീക്വൻസ് ആണ് ഉള്ളത് മുഴുവൻ. അതായത് ഫങ്ഷണൽ ജീൻസേ ഉള്ളൂ ഇതിനകത്ത്. അതേപോലെ നമുക്ക് കാണാൻ പറ്റും there will not be any there will be more content of GC as compared to AT. GC content ആയിരിക്കും കൂടുതൽ ഉണ്ടാവുക AT കണ്ടന്റിനേക്കാൾ. അതേപോലെ നമുക്ക് കാണാൻ കഴിയും അതിന്റെ റൈബോസോംസ് വന്നിട്ട് 70S റൈബോസോം ആയിരിക്കും. സൈറ്റോപ്ലാസ്മിക് റൈബോസോം നമുക്കറിയാം 80S റൈബോസോം ആണ്. പക്ഷെ 70S റൈബോസോം പ്രോകാരിയോട്ടിലെ പോലെ 70S റൈബോസോം ആണ്. ഇവർക്ക് സ്വന്തമായിട്ട് DNA റൈബോസോമും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ they can do their own protein synthesis to a certain extent. അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ സെമി ഓട്ടോണമസ് സെൽ ഓർഗനൽ എന്ന് പറയും. അതേപോലെ it show the characteristic feature of prokaryotic organism but it is present inside the eukaryote. എന്ന് പറഞ്ഞാൽ ഇതിനെ സെപ്പറേറ്റ് ആയിട്ട് പുറത്തെടുത്താലും ഇവരുടെ ഫങ്ഷൻസ് ചെയ്ത് ജീവിച്ചോളും എന്നാണ് അതിന്റെ അർത്ഥം അല്ലെ. But they are seen in association with the eukaryotic cell. Because of that we will call it as endosymbiont. അപ്പൊ ഈ പറയുന്ന ക്ലോറോപ്ലാസ്റ്റ് ഉള്ളത് എല്ലാം ഫോട്ടോസിന്തസിസ് ചെയ്യാൻ കേപ്പബിൾ ആയിരിക്കും എന്ന് ചുരുക്കം. ക്ലോറോപ്ലാസ്റ്റ് നമ്മുടെ ആനിമൽസിന്റെ ബോഡിയിലില്ല, അല്ലെങ്കിൽ ഹ്യൂമൻ ബീങ്സിന്റെ ബോഡിയിലില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഫോട്ടോസിന്തറ്റിക് കപ്പാസിറ്റി ഇല്ല. അതേപോലെ they show the characteristic feature as biogenesis by binary fission. Binary fission വഴിയാണ് ഒരു പുതിയൊരു സെല്ല് ബയോജനസിസ് ചെയ്യുന്നത്, അല്ലെ പുതിയൊരു കോപ്പി ബയോജനസിസ് ചെയ്യുന്നത്. അതായത് ആ പ്ലാസ്റ്റിഡ് ഒന്നും കൂടി ഉണ്ടാകാൻ വേണ്ടിയിട്ട് ബയോജനസിസ് ആണ് ചെയ്യുന്നത്. സോ from these all we can understand this show the characteristic feature of endosymbiont. അപ്പൊ എൻഡോസിംബിയോൺസ് മൈറ്റോകോൺട്രിയം ക്ലോറോപ്ലാസ്റ്റും ആണ് കേട്ടോ. സെമി ഓട്ടോണമസ് സെൽ ഓർഗനൽ മൈറ്റോകോൺട്രിയം ക്ലോറോപ്ലാസ്റ്റും ആണ്. റൈബോസോം കാണുന്നത് സൈറ്റോപ്ലാസത്തിലും എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിലും അല്ലാതെ പിന്നെ റൈബോസോംസ് നമ്മൾ കാണുന്നത് എവിടെയാണ്? മൈറ്റോകോൺട്രിയയിലും ക്ലോറോപ്ലാസ്റ്റിലുമാണ്. 70S റൈബോസോം യൂകാരിയോട്ടിക് സെല്ലിൽ കാണുന്നത് മൈറ്റോകോൺട്രിയയിലും ക്ലോറോപ്ലാസ്റ്റിലുമാണ്. ഇതൊക്കെ ഓർത്തിരുന്നോളാം കേട്ടോ. സോ ദിസ് ഇസ് ഓൾ അബൌട്ട് ദ plastid. Now next we will see the ribosome.